എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആശ്ചര്യം. നിന്റെ പാപശാപങ്ങൾ നീക്കിയും തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ സേവിക്കും. നിന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 20-ാം സങ്കീർത്തനം 7-ാം വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. മറ്റുള്ളവർ ഭൗതിക ശക്തിയിലും സൈനിക ബലത്തിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നുവെന്ന് ദാവീദ് ഇവിടെ പ്രതിപാദിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതും അദൃശ്യനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണാം. ബദ്ധ മനുഷ്യൻ ഭൗതികമായതിൽ ആശ്രയിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് അവൻ്റെ ദൃഷ്ടിയിൽ അദൃശ്യനായ ദൈവത്തിൽ ഇവയേക്കാൾ വലിയവ കാണുവാൻ കഴിയും. ദാവീദ് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ നേരിടുമ്പോൾ യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന ദാവീദിന്റെ വിശ്വാസത്തിലാണ്. ദൈവത്തിന് സഹായമുണ്ടെങ്കിൽ നിസ്സാര മുഖാന്തരങ്ങളെ കൊണ്ട് അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചവർ എഴുന്നേറ്റ് നിവർന്നു നിന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? മാറിപ്പോകാവുന്ന ആശ്രയങ്ങളെ വിട്ട് എന്നും നിലനിൽക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ തന്നെ എൻ്റെ ആശ്രയം ഉറപ്പിക്കുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.